നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർക്കെതിരെ ഇന്ന് നടപടി ഉണ്ടായേക്കും. SIT റിപ്പോർട്ട് ലഭിച്ചെന്ന് സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു. അന്വേഷണ റിപ്പോർട്ട് DGP ഇന്ന് പരിശോധിക്കും. ആനന്ദദർശൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആനന്ദൻ, വളരെ വേഗത്തിൽ സർക്കാർ നടപടിയിലേക്ക് പോയ വിഷയമാണ്. ഭരണത്തിലേറി ഉടൻ തന്നെ സർക്കാർ പരിശോധിച്ച വിഷയം. അതിൽ നടപടി കൂടി ഇന്നുണ്ടാകാനുള്ള സാധ്യത തീർച്ചയായും വലിയ വിവാദ വിഷയമായതാണ്. അതിൽ ആ നിലയ്ക്ക് തന്നെ ഇപ്പോൾ CPM-ന്റെ ഒക്കെ നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രതികാര നടപടിയുമായി UDF പോകുന്നുവെന്നാണ്. ആ നിലയ്ക്ക് കണക്കെടുത്താൽ പോലും വലിയ അനീതിക്ക് ഉള്ള നടപടിയായിട്ട് തന്നെ വേണം ഇന്ന് ഈ നടപടി ഉണ്ടായാൽ. ദിവിഷ്, നവകേരള സദസ്സിനിടെ ആലപ്പുഴയിൽ AD തോമസ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനും അംഗരക്ഷകരും ചേർന്ന് നടത്തിയ ലാത്തിച്ചാർജ്, അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ SIT-യുടെ അന്വേഷണം നടന്നത്. ആ അന്വേഷണം പൂർത്തിയായി. അതിന്റെ റിപ്പോർട്ടാണ് ഇന്നലെ SIT എന്ന് പറയുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമാണ്. ആലപ്പുഴയിൽ നിന്ന് ആ റിപ്പോർട്ട് അയച്ചത് ഇമെയിലായിട്ടായിരുന്നു അയച്ചത്. ഇന്നലെ സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തരമന്ത്രിയുടെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം. അതുകൊണ്ട് ഇന്നലെ ആ റിപ്പോർട്ട് പരിഗണിച്ചില്ല. ഇന്ന് DGP അല്പസമയം മുമ്പ് നമ്മൾ ബന്ധപ്പെടുമ്പോൾ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരൻ പറഞ്ഞത് ആ റിപ്പോർട്ട് കിട്ടി എന്നുള്ളതാണ്. അത് DGP-യുടെ ഓഫീസിൽ കിട്ടിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം ഓഫീസിലെത്തിയാൽ ആ റിപ്പോർട്ട് പരിശോധിക്കും. അതിനകത്തെ കണ്ടന്റ് എന്താണ് എന്ന് ഉള്ളടക്കം പരിശോധിച്ച ശേഷം അതിനനുസരിച്ച് ഉചിതമായ നടപടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസിൽ 5 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാർ അടക്കം അംഗരക്ഷകരായ മറ്റ് 4 പേർ, സന്ദീപ് അടക്കമുള്ള 4 പേർ, അങ്ങനെ 5 പേരാണ് പ്രതികൾ. നേരത്തെ 2 പേരാണ്, ഗൺമാൻ അനിൽകുമാറും അംഗരക്ഷകൻ സന്ദീപുമായിരുന്നു കേസിൽ പ്രതികളായിട്ടുണ്ടായിരുന്നത്. SIT-യുടെ അന്വേഷണത്തിൽ അവർ മാത്രമല്ല ബാക്കി 3 പേർ കൂടി ഈ കേസിൽ പ്രതികളാണ് എന്ന് കണ്ടെത്തി. അതിനുശേഷം ആലപ്പുഴ കോടതിയിൽ 3 പേരെ കൂടി പ്രതി ചേർത്തതായിട്ടുള്ള റിപ്പോർട്ടും നൽകി. അതിനുശേഷമാണ് ഈ അന്വേഷണ റിപ്പോർട്ട് DGP-ക്ക് കൈമാറിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ റിപ്പോർട്ട് എന്ത് നടപടി, അതായത് ഈ 5 പേർക്കെതിരെ വകുപ്പ് തല നടപടിയാണ് പ്രതീക്ഷിക്കുന്നത്, സസ്പെൻഷൻ അടക്കമുള്ള നടപടികളാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഇന്ന് തന്നെ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് പോലീസ് ആസ്ഥാനത്ത് ലഭിക്കുന്നത്. അതുകൂടാതെ അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരുന്ന MR അജിത് കുമാർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ കേസിന്റെ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ഈ റിപ്പോർട്ട് തിരുത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ മേൽ സമ്മർദ്ദം ചെലുത്തി എന്നൊക്കെയുള്ള മൊഴികൾ അന്വേഷണ SIT-ക്ക് ലഭിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ എന്ത് നടപടി എന്നുള്ളതാണ് കൗതുകമായിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട അക്രമത്തിന്റെ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ഈ റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ അപ്പോൾ അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഈ പോലീസിനുള്ളിലെ ഈ കോൺഗ്രസ് അനുകൂല വിഭാഗങ്ങൾ വലിയ അതൃപ്തിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്. കാരണം ഇതിനകത്ത് ഈ പ്രതി ചേർക്കപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കേണ്ട സമയം വൈകി എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചപ്പോൾ, അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അനിൽകുമാറിനെയും സന്ദീപിനെയും സസ്പെൻഡ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് അവർ വാദിക്കുന്നത്. കാരണം അന്ന് ആലപ്പുഴ SP ഈ SIT രൂപീകരിക്കുന്നതിന് വേണ്ടി ഒരു പ്രിലിമിനറി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ടിൽ തന്നെ ഇവർ കുറ്റകൃത്യം ചെയ്തു എന്ന് സൂചനകളുണ്ടായിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ട് വെച്ച് തന്നെ നടപടിയെടുക്കാമായിരുന്നു. അന്ന് അത് പക്ഷേ പറ്റിയില്ലെങ്കിൽ അതിനുശേഷം ഈ 3 പേരെ കൂടി അധികമായി പ്രതി ചേർത്തു എന്നുള്ള റിപ്പോർട്ട് കോടതിയിൽ നൽകുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട വകുപ്പുതല നടപടി സംബന്ധിച്ച് അല്ലെങ്കിൽ അവരെ പ്രതി ചേർത്ത വിവരം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനെ അറിയിക്കാൻ വേണ്ടി ഒരു റിപ്പോർട്ട് അന്വേഷണ സംഘം ഇങ്ങോട്ട് ആസ്ഥാനത്തേക്ക് അയച്ചിരുന്നു. അപ്പോൾ ആ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇവരെ സസ്പെൻഡ് ചെയ്യാമായിരുന്നു എന്ന അഭിപ്രായവും അവർക്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ നടപടികൾ വൈകുന്നതിൽ കടുത്ത അതൃപ്തി പോലീസിലെ ഒരു വിഭാഗത്തിന്, പ്രത്യേകിച്ച് ഭരണാനുകൂല വിഭാഗത്തിന് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ പുനരന്വേഷണത്തിലേക്കൊക്കെ വന്നിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഇതൊരു കൃത്യനിർവഹണം എന്ന നിലയ്ക്ക് നിന്നത് പുതിയ സർക്കാർ വന്നപ്പോഴേക്കും അത് പോലീസിന്റെ അതിക്രമമായി മാറി. ഇപ്പോൾ AD തോമസ് തന്നെ പറഞ്ഞത് LDF സർക്കാരിൽ നിന്ന് കിട്ടാത്ത നീതി ഈ സർക്കാരിൽ നിന്ന് കിട്ടുമെന്നാണ് MLA പറയുന്നത്. അപ്പോൾ ഇതൊരു അങ്ങനെ ഒരു അസ്വാഭാവിക വൈകലുണ്ടോ, അതോ കൃത്യമായി ഈ കാര്യങ്ങൾ പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കാനുള്ള ഒരു സമയമായിട്ടാണോ? അങ്ങനെ ഒരു വിമർശനത്തിൽ കാര്യമുണ്ടോ? ഇതിനകത്ത് 5 പേരുടെ പങ്ക് നേരത്തെ തന്നെ വ്യക്തമായതാണ്. മാത്രമല്ല അതിൽ 2 പേരുടെ പങ്ക് പൂർണ്ണമായും വ്യക്തമാണ്. അത് സംബന്ധിച്ചുള്ള എവിഡൻസ് പുറത്തു വന്നതാണ്, ദൃശ്യങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ അവർക്കെതിരെ നേരത്തെ തന്നെ ഈ അന്വേഷണം SIT-യെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അവർക്കെതിരെ വകുപ്പുതല നടപടി എടുക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് പോലീസ് സേനയ്ക്കകത്ത് ഒരു വിഭാഗത്തിനുള്ളത്, പ്രത്യേകിച്ച് ഭരണാനുകൂല വിഭാഗത്തിന്, സർക്കാർ അനുകൂല ഈ കോൺഗ്രസ് അനുകൂല വിഭാഗത്തിനുള്ളത്. അപ്പോൾ അവർ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ നടപടി വൈകിയത്, അത് ഒരു പക്ഷേ പോലീസ് തലപ്പത്തെ, IPS തലപ്പത്തെ
ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ അതിനകത്തുണ്ടോ, അവർ തമ്മിലുള്ള ഏതെങ്കിലും ആശയഭിന്നത ഈ നടപടിക്ക് വൈകൽ കാരണമായോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഏതായാലും അവർ ഇക്കാര്യത്തിൽ അതൃപ്തരാണ്. അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചു, SIT പെട്ടെന്ന് തന്നെ പ്രഖ്യാപിച്ചു. ഈ വിഷയം ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ അതിന്റെ പ്രാധാന്യത്തോടെ തന്നെ പരിഗണിക്കുകയും അത് സംബന്ധിച്ചുള്ള പുനരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഇവർ ആഗ്രഹിക്കുന്നത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ പുനരന്വേഷണം മാത്രമല്ല വകുപ്പുതല നടപടി കൂടിയാണ്. പക്ഷെ ആ വകുപ്പുതല നടപടി അതിന് വലിയ വൈകൽ സംഭവിച്ചു എന്നുള്ളതാണ് അവരുടെ പരാതി. ഏതായാലും ഇന്ന് തന്നെ ഇപ്പോൾ DGP അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം വകുപ്പുതല നടപടി ഉണ്ടെങ്കിൽ, അതിന് അങ്ങനെ ശുപാർശ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് നൽകിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നടപടി ഇന്ന് തന്നെ ഉണ്ടാകും. പക്ഷേ ഇന്ന് നടപടി ഉണ്ടായാലും അത് വൈകിപ്പോയി എന്നുള്ളൊരു അഭിപ്രായം പോലീസ് സേനയ്ക്കകത്ത് ഉണ്ട്. ഏതായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് തന്നെ ഈ 5 പേർക്കെതിരെയും വകുപ്പുതല നടപടി, അത് ഒരുപക്ഷെ സസ്പെൻഷൻ ആയിരിക്കും, അതുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അതിനകത്ത് അന്നത്തെ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ പരാമർശമുണ്ടെങ്കിൽ അക്കാര്യത്തിൽ എന്ത് നിലപാട് സർക്കാരും ആഭ്യന്തര വകുപ്പും എടുക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി അദ്ദേഹത്തിന്റെ വിശദീകരണത്തിനായി കാത്തിരിക്കുന്ന മറ്റ് നടപടികളിലേക്ക് പോകുമായിരിക്കും. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കടുത്ത നടപടി. നേരത്തെ തന്നെ അജിത് കുമാറിനെതിരെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷമായി, ഇപ്പോഴത്തെ ഭരണപക്ഷം അന്ന് പ്രതിപക്ഷമായിരുന്നു, അവർ അന്ന് ഉന്നയിച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെതിരെ എന്താണ് ആ കഴിഞ്ഞ പ്രതിപക്ഷം ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ അവർ അതിനകത്തൊരു നിലപാട് സ്വീകരിക്കുക എന്നൊക്കെയുള്ള രാഷ്ട്രീയ കൗതുകമാണ്. ഏതായാലും അല്പസമയത്തിനകം നമുക്ക് DGP ഓഫീസിലെത്തി ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം നമുക്ക് അറിയാൻ കഴിയും. ഒരുപക്ഷെ പോലീസ് ആസ്ഥാനത്ത് തന്നെ അടുത്ത മണിക്കൂറുകളിൽ തന്നെ നടപടി ഉണ്ടാകുന്ന പ്രതീക്ഷ.